ഫ്രണ്ട്സ്, നമ്മളിന്ന് കറിവെക്കാൻ വാങ്ങിച്ചിരിക്കുന്ന മീൻ കാണണ്ടേ എന്തുവാന്ന്? ബാ നോക്കിയേ, ആർക്കെങ്കിലും അറിയാമോ ഇതിൻ്റെ പേര്? നോക്കിയേ, എന്തോ ഇതിൻ്റെ പേര് അറിയാമോ ആർക്കെങ്കിലും? ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഉലുവാമീൻ എന്നാണ് പറയുന്നത്. അപ്പം നമ്മളിന്ന് ഇത് കറി വെക്കുന്ന വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. വാ എല്ലാവരും വാ. ആദ്യം തന്നെ കണ്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഇതിലോട്ട് നമുക്ക് ഉലുവാമീൻ കറി വെക്കുന്നതിന് ഉലുവ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കടുക് ഇട്ട് കൊടുക്കാവേ. ഇതിനുവേണ്ടി ഞാൻ ഒരു സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. എല്ലാം ഇടുവാണേ. ഇത് നമ്മുടെ വീട്ടിലെ പുളി തന്നെയാണ് കേട്ടോ. ഇത് കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് ഇട്ട് കൊടുക്കണവേ. എന്നിട്ട് ഇത് ഒന്നും ആയില്ല കേട്ടോ. ഇനി ഇത് കുറച്ചുകൂടെ വാടണവേ. നമുക്കിതിലോട്ട് മല്ലിപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടിയാണേ. അര സ്പൂണ് 1.5 സ്പൂൺ മുളക് പൊടി നല്ലതുപോലെ ഇളക്കി കൊടുക്കാവേ. ഒന്ന് മൂക്കട്ടെ. ഇത്തിരി രുചിയൊക്കെ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ. എല്ലാം കൂടെ നല്ലതുപോലെ മൂപ്പിച്ചെടുത്തേക്കാവേ. ഇതിനി മിക്സിയിലിട്ട് കൊടുക്കാവേ. തണുത്ത് കഴിഞ്ഞ ശേഷം മാത്രമേ ഇടാവുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇത് നല്ലതുപോലെ നമ്മൾ അരച്ചൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇതാണ്ടേ നമ്മൾ മീനെല്ലാം വെട്ടിക്കൊണ്ട് വന്നേ. ഇത് പരിഞ്ഞീലാണെന്ന് തോന്നുന്നു കേട്ടോ. സംഭവം കണ്ടിട്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. അരപ്പ് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ. 3 പച്ചമുളക്, ഉപ്പ്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുളി, അരപ്പെല്ലാം നല്ല തിളച്ച് വരും. നമുക്കിനി മീൻ ഇട്ട് കൊടുക്കാവേ. ഓക്കെ, നമ്മൾ തേങ്ങ അരച്ചിട്ടേ ഇല്ല ഇതിന് കേട്ടോ. ഇങ്ങനെയൊക്കെ എല്ലാവരും വല്ലപ്പോഴെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. നമ്മളെന്നും മുളക് കറിയൊക്കെ വെക്കുമ്പം ഒരു രുചിക്കുറവൊക്കെ തോന്നില്ലേ സ്ഥിരം നമ്മൾ കഴിക്കുമ്പോൾ? പക്ഷേ ഈ രീതിയിലൊക്കെ വല്ലപ്പോഴും ഒക്കെ വെക്കുവാണെങ്കിൽ നല്ലതാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട്. മുളക് കറി എന്നും നമുക്കങ്ങനെ കൂട്ടാനും പറ്റത്തില്ല. ഇതിൻ്റെ അകത്ത് നമ്മൾ ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. കളറുള്ള മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലേ. കുറച്ച് വേപ്പില ഇടാവേ. അതങ്ങ് മറന്നു പോകും ഞാൻ മിക്കപ്പോഴും കേട്ടോ. ഇനി കറി അടച്ച് വെക്കാവേ. എന്നാൽ പിന്നെ ഇത്തിരി വേപ്പില നമ്മുടെ ഇതിൽ നിന്ന് പിച്ച് കറിക്കിടാന്ന് വിചാരിച്ച് കറിയൊക്കെ തിളച്ച് വരുമ്പോഴേ അവസാനം ഇച്ചിരി വേപ്പില കൊണ്ട് നമ്മൾ ഇടത്തില്ലേ. നമുക്കൊരു തണ്ട് പിച്ചെടുക്കാവേ. തുറന്ന് നോക്കാവേ. അടിപൊളി നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത്തിരി ഉപ്പ് കൂടെ ചേർക്കാവേ. ഉപ്പ് കുറവുണ്ടേ. നമ്മുടെ വേപ്പിലയല്ലേ, കരിയൊക്കെ എടുക്കണ്ടേ. അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നില്ല കേട്ടോ. അങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എൻ്റെ വീഡിയോക്ക് എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ തരില്ല. അതുകൊണ്ട് ഞാൻ ആരോടും പറയുന്നില്ല കേട്ടോ. ഓക്കെ, ബൈ ബൈ.